ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തെളിവില്ലാതെ അവരെ ചുമ്മാ കള്ളനും കള്ളിയാക്കരുതെന്ന് അമ്മയും മോനും പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തെളിവാണോ വേണ്ടതെന്ന് ആദർശ് ചോദിച്ചു. അതെ, ഞങ്ങൾക്ക് തെളിവ് തന്നെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ആദർശ് ആ തെളിവ് മാന്യമായിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വേറൊന്നുമല്ല, ആ മൊബൈൽ ഓണാക്കിയിട്ട് ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മുടെ ആദർശ് അവിടെ നിന്നത്. അപ്പോൾ അതൊന്നും ആരും അറിഞ്ഞില്ലല്ലോ. ഈ സമയത്ത് ആദർശ് അതങ്ങ് ഇവരെ എല്ലാവരെയും തുറന്നങ്ങ് കാണിക്കുക. ആ സമയത്ത് അമ്മയും മോനും പറയുന്നതും ചെയ്യുന്നതും എടുക്കുന്നതും മുഴുവനും എല്ലാവരും അങ്ങ് കണ്ടു. രണ്ടും കൂടെ നിന്നങ്ങ് ഉരുകാൻ തുടങ്ങി. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയൊക്കെ ഇങ്ങനെ വാപൊത്തി പിടിക്കുക കേട്ടോ. അയ്യോ, അഭിയൊക്കെ നിന്നങ്ങ് ഉരുകയാണ്. ആ സമയത്ത് നിന്റെ കരണത്തടിച്ച് ഞാൻ മടുത്ത എൻ്റെ ജലജ, ഇനി എനിക്കതിന് വയ്യ എന്ന് ദേവയാനി അന്നേരം പറയാം. നിനക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടോ? എന്നാലും നീ കൊള്ളാലോടി, പാരമ്പര്യമായ കുടുംബത്തിനകത്ത് കൈമാറ നെക്ലസ് തന്നെ നീ എടുത്തു കളഞ്ഞല്ലോ എന്ന് ജാനകി അന്നേരം പറയാം. അത് പിന്നെ അതിനൊരു കാരണമുണ്ട് എന്ന് ജലജ പറയാം. അയ്യോ, എന്താണാവോ കാരണം എന്ന് പറയാവോ എന്ന് ദേവയാനി ചോദിച്ചു. അതാ നെക്ലേസ് കുട്ടിക്കാലം മുതൽ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് ദേവയാനിയോട് പറയാം ജലജ. അതുകൊണ്ട് അത് അമ്മ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നതാ, അതെനിക്ക് തന്നില്ല. ആ ദേഷ്യത്തിനാണ് ഞാൻ ആ നെക്ലേസ് എടുത്തത് എന്നൊക്കെ ജലജ നിന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നോ എന്നും പറഞ്ഞ് ഇവർ തലയെ കൈ വയ്ക്കുക. എന്തിനും പിന്നെ നിനക്കൊരു ന്യായീകരണം ഉണ്ടല്ലോ, അതുപോലൊരു നാവാണല്ലോ ദൈവം നിനക്ക് തന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെടുന്നു. അമ്മയുടെ ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പം അമ്മ നിന്റെ കരുണ അടിച്ച് പൊട്ടിച്ചേനെ, അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ജലജ നേരം ദയവ് ചെയ്ത അമ്മയും അച്ഛനും ഇതറിയാൻ പാടില്ല കേട്ടോ, അങ്ങനെ അറിയരുതെന്ന് കരുതി പലതും ഞങ്ങൾ മൂടി വെക്കുന്നുണ്ട് എന്ന് നയന അന്നേരം പറഞ്ഞു. രണ്ടും കൂടെ അന്നേരം ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഇതുപോലുള്ള തെറ്റുകൾ ഇനി മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് നയന ഇവരോട് പറയുകയും ചെയ്തു. എന്താണ് നീ അന്തം വിട്ടതുപോലെ നിൽക്കുന്നേ? ഇവരെ ഇതൊന്നും അല്ല വിഷയം, ഞാൻ മടങ്ങി വന്നതാണെന്നും എന്നെ ഗൾഫിൽ വെച്ച് കുറച്ച് പേര് ജയിലാക്കാൻ ശ്രമിച്ചത്, അതിന് പിന്നിൽ നീ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ആദർശ് പറയുമ്പോൾ അയ്യോ എനിക്കൊന്നും അറിയില്ല ഏട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ എന്നൊക്കെ അഭി പറയാം. ഈ സ്വർണം നീയും നിന്റെ അമ്മയും കൂടിയാണ് മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പം എന്തായിരുന്നു നിന്റെ അമ്മ പറഞ്ഞത്? ഒന്നും അറിയില്ല എന്ന് അല്ലേ? പിന്നെ ഇപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം തെളിവ് സഹിതം കാണിക്കാതെ അറിയും എന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടോ എന്ന് നയനെ അന്നേരം ഇവരോട് രണ്ടുപേരോടും ചോദിക്കുക. എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്താലേ അതിൻ്റെ കുറ്റബോധമൊക്കെ നമുക്ക് കാണും. പിന്നെ അങ്ങനെ കുറ്റബോധം ഇല്ലാതെ വീണ്ടും വീണ്ടും തെറ്റുകൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ നിന്നോടൊക്കെ കാണിക്കുന്ന ദയ വേണ്ട എന്ന് വെക്കുന്നത് എന്ന് ദേവയാനി പറയും. അപ്പോഴും ജാനകി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇപ്പോഴും നീയും ഇവരും നവ്യെ തിരുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുക. അതിൻ്റെ ഭവിഷ്യത്ത് നീയൊക്കെ അനുഭവിക്കേണ്ടി വരും. നിൻ്റെയൊക്കെ കുഴി തന്നെ അത് തോണ്ടത്തുള്ളൂ എന്നും ദേവയാനി പറയുകയും ചെയ്തു. നോക്കി നിൽക്കാതെ മേരിക്ക സ്വർണ്ണം എടുത്തോണ്ട് വാടി എന്ന് ദേവയാനി ജലജയോട് പറഞ്ഞു. നീ മോഷ്ടിച്ച സ്വർണം പോയി എടുത്തോണ്ട് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് ദേവയാനി ജലജയെ പറഞ്ഞു വിടുക. നാണം കെട്ട് സ്വർണ്ണം എടുക്കാൻ പോവുക ജലജ. അപ്പോൾ അങ്ങനെ അമ്മ സ്വർണ്ണം എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ ഇവരുടെ മുന്നിൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയല്ലേ. എടാ, ഇങ്ങനെ ജീവിക്കാതെ പോയി ചത്തൂടെടാ നിനക്ക് ആദർശ് ചോദിച്ചു. അതിനും വേണം കുറച്ചൊക്കെ ധൈര്യം എന്ന് നയന പറഞ്ഞു. ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ളവരാ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നതെന്ന് നയന പറയുകയാണ്. അന്നേരം ഇവനിങ്ങനെ തലയും കുനിച്ച് നാണം കെട്ട് നിൽക്കുക. മുറിയിൽ കയറി എന്നാലും എൻ്റെ പെന്നെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ എൻ്റെ മുന്നിൽ തെളിഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ജലജ മുറിയിൽ കയറിപ്പോയി നിന്ന് സ്വയം ചിന്തിക്കുക. അപ്പോൾ അവൻ ഇവിടെ ഒളിച്ചിരുന്നുകൊണ്ടാണ് ഇവളൊക്കെ എൻ്റെ മുന്നിൽ അഭിനയിച്ചത്. എൻ്റെ പൊന്നോ, ഇങ്ങനെയും തന്ത്രങ്ങൾ അറിയുന്ന കുറേ ആൾക്കാർ, ഇതിനൊക്കെ ഇത്രയും അഭിനയിക്കാൻ അറിയാമെങ്കിൽ നല്ല സിനിമയിലും പോയി അഭിനയിച്ചുകൂടായിരുന്നു എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ ഇവിടെ നിന്ന് സ്വയം പറഞ്ഞിട്ട് സ്വർണ്ണം എടുത്തുകൊണ്ട് പോവുക. നിന്നെ എനിക്ക് അതുപോലെ ഇഷ്ടമാണ്, നിന്നെ ഞാൻ എങ്ങനെയാണ് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാല എടുത്ത് കൈ പിടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മുറിയിൽ. അപ്പം നിന്നെയൊക്കെ പേടിച്ചിട്ട് ഈ വീട്ടിലൊരു സാധനം വയ്ക്കാൻ മേലാത്ത അവസ്ഥയായാലോടാ നീ നിൻ്റെ അമ്മയും കാരണം എന്ന് ജാനകി അന്നേരം പറഞ്ഞു. നേരത്തെയും അത് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അത് അമ്മയുടെ മോൻ്റെ സ്വഭാവം എന്ന് ദേവയാനിയും പറഞ്ഞു. ഇവനിങ്ങനെ മിണ്ടാതെ നിൽക്കാം. ഞാൻ ഇന്നലെ ഇവളോട് പറഞ്ഞു കഴിഞ്ഞു വീട്ടിനകത്ത് നല്ലൊരു ലോക്കർ വയ്ക്കണമെന്ന്. ഇപ്പോൾ ഉള്ളതൊന്നും പോരാ, ഇവനെയൊക്കെ ശരിക്കും സൂക്ഷിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് മാല എടുത്ത് ജലജ താഴേക്ക് ഇറങ്ങി വരുന്നു. ആ മാലയും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇവരുടെ മുന്നിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് തല്ലിക്കൊല്ലാനുള്ള കലിയുണ്ട്. ആ കലിപ്പോടുകൂടിയ ദേവയാനി ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ദേവയാനിയെ അതുപോലെ തന്നെ തിരിച്ചു കൊല്ലാൻ ജലജയ്ക്കും കലിപ്പോട്ട്. അപ്പോൾ ദേവയാനി പറഞ്ഞു മാല മോളുടെ കൈ കൊടുക്കടി. അപ്പോൾ ജലജ കൊടുത്തു. അപ്പോൾ മോളെ അത് തന്നെയാണെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നിന്നെയൊക്കെ ഇനി എന്ത് വിശ്വാസം അടി വീടിനകത്ത് നിർത്തുന്നത് എന്ന് ദേവയാനി ചോദിക്കും. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഏട്ടത്തി എന്ന് പറഞ്ഞു. ഇനിയും ഉണ്ടാകും. ഇതിനു മുൻപ് നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ട് അത് ഇത്രയും നാളും പുറത്ത് പറയാതെ നടക്കുമായിരുന്നു ഞാനും ആദർശേട്ടനും ഒക്കെ. പിന്നെ
അതിപ്പോൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ചേച്ചിക്കും അറിയാവുന്ന കാര്യമാണെന്ന് നയന അന്നേരം പറഞ്ഞു. മുമ്പ് ഒരു ദിവസം ഇവിടെ മാല കാണാനില്ലെന്നും പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായത് അമ്മ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദേവേനി ഇങ്ങനെ നിൽക്കുവാണേ. അന്ന് ആ മാല എൻ്റെ അമ്മയുടെ ബാഗിൽ നിന്നാണ് കണ്ടെടുത്തത്. അപ്പോൾ ഇവരിങ്ങനെ ഓർത്തെടുത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അന്ന് അമ്മയെ എല്ലാവരും കൂടെ കള്ളിയാക്കുക ചെയ്തത്. അന്ന് ശരിക്കും എൻ്റെ അമ്മയുടെ ബാഗിൽ മാല വന്നത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുവട്ടെ എല്ലാവരും. ഇങ്ങനെയാ എന്നുള്ളൊരിതിൽ അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശനൊക്കെ ഇറങ്ങി വരുന്നു. അപ്പോൾ മുത്തശ്ശൻ ഇറങ്ങി വരുന്നത് നയനെ കണ്ടില്ല. നയനിൽ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് ഈ അപ്പച്ച ആ മാല എൻ്റെ അമ്മയുടെ ബാഗിനകത്ത് എടുത്ത് വെച്ചതെന്ന കാര്യം നയനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. താടിയും തൂത്തും ഇങ്ങനെ ഇറങ്ങി വരുന്നു നമ്മുടെ മുത്തച്ഛൻ എൻ്റെ അമ്മയെ കള്ളിയാക്കാൻ. ഇവനും അതൊരു കൂട്ടായിരുന്നു, ഇവരുടെ പണിയായിരുന്നു അതെന്ന കാര്യം നയന ഇവരോട് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞിട്ട് ചലച്ച് നിൽക്കുമ്പം എന്താ സംശയം, അതിനും തെളിവുണ്ട് എന്ന് നയന പറയാം. എൻ്റെ മൊബൈലിലെ അതെല്ലാം ഇപ്പോഴും റെക്കോർഡഡാ, അത് ഞാൻ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടല്ലോ എന്ന് നയന പറയുമ്പോഴും ജലജ എങ്ങനെ നിൽക്കും. അയ്യോ ശൂവിൻ്റെ ദൈവമേന്നും പറഞ്ഞ് അബി എല്ലാം പൊളിഞ്ഞോ എന്നും പറഞ്ഞ് പേടിച്ചിട്ടേ. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നേ എന്ന് ജാനകിയുടെ വകയെന്ന് ഒരു ഡയലോഗ്. ഇതെല്ലാം കേട്ട് അച്ഛൻ ഇറങ്ങി വരുന്നത് നമ്മുടെ ദേവയാനി കണ്ടു. അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അച്ഛനെ തന്നെ നോക്കുക കേട്ടോ. എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പോൾ പകുതി കഥയല്ലേ അറിയത്തുള്ളൂ, പകുതി അറിയത്തില്ലല്ലോ. മോളെ, നിൻ്റെ വയറ്റിനകത്ത് ഒരു കുഞ്ഞുള്ളത് കൊണ്ട് നിന്നെ ഞാൻ തല്ലുന്നില്ല എന്ന് നയനയോട് പറയാം മുത്തശ്ശൻ. ഗൾഫിലെ പ്രശ്നങ്ങൾക്ക് ശേഷം മടങ്ങി വന്നതുകൊണ്ട് ഇവനെയും ഞാൻ തല്ലുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്വർണ്ണക്കള്ള കേസിൽ നയനയ്ക്കിട്ട് ഡേറ്റ് കൊടുക്കാൻ മുത്തശ്ശനെ ആദ്യം നോക്കിയത്. അപ്പോൾ ദേവേനയൊക്കെ ഇങ്ങനെ തല കൊനിച്ചിങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ മോള് പറഞ്ഞതുപോലെ ഒരു തെറ്റ് ഇവനും ഇവളും ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത നിമിഷം അത് നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കണമായിരുന്നു എന്നുള്ള കാര്യം മുത്തശ്ശൻ പറയാം. അത് ചെയ്യാത്തത് നിങ്ങളുടെ വലിയ തെറ്റാണെന്നും. നീ എന്താടാ ആദർശം അത് അറിഞ്ഞിട്ടും എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മുത്തശ്ശൻ വീടിനകത്ത് അതിനെ ചൊല്ലൊരു പ്രശ്നം വേണ്ടെന്ന് കരുതിയാ പറയാതിരുന്നത് എന്ന് ആദർശം നേരം പറയും കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമേന്നും പറഞ്ഞിരിക്കും ഈ രണ്ടെണ്ണങ്ങളും. ഇത്തരം കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പം അതുകൊണ്ട് ഇപ്പം ഇവിടെ നടന്ന കാര്യം ഞാൻ അച്ഛനോട് പറയാമെന്ന് ദേവയാനി നേരം പറയാം. അപ്പോഴത്തേക്കും ജലജയ്ക്ക് പേടിയായി. അപ്പോൾ ജലജ ഇങ്ങനെ നോക്കുമ്പോൾ നീ നോക്കുമൊന്നും വേണ്ട, അച്ഛൻ പറഞ്ഞത് തന്നെയാണ് 100% സത്യം. പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ വേണം, ഒളിച്ചു വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് ദേവയാനി പറയുന്നു. ഒരു വലിയ സത്യം മൂടി വയ്ക്കുന്നതിൻ്റെ ഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന കാര്യവും ദേവയാനി ഇങ്ങനെ പറയട്ടെ. അപ്പം അത് കേട്ടപ്പോഴും അവിക്ക് ഭയങ്കര പേടി. അവ ഇങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. അത് പിന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയതുകൊണ്ട് ഇങ്ങനെ പോകുന്നതെന്ന് പറയുമ്പോൾ ജാനകിക്ക് മനസ്സിലാകുന്നില്ല. ജാനകി ഇങ്ങനെ നോക്കി നിൽക്കുക. ഇന്നലെ രാത്രി മോൾക്ക് വയ്യാതെ വന്നപ്പോൾ ഞാനും ജയേട്ടനും കൂടിയും മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. പിന്നെ ആ സമയത്ത് ആദർശ് മുറിക്കകത്തുണ്ട് എന്നറിയാതെ ഇവരുടെ മുറിക്കകത്ത് ഇവളും ഇവനും കൂടെ കയറി അച്ചാ എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോഴത്തേക്ക് മേന്നും പറഞ്ഞാൽ ജലത്തിൽ നിൽക്കുന്ന അടി കിട്ടുമെന്ന് ഉറപ്പായി. എന്നിട്ട് പാരമ്പര്യമായി കൈമാറിപ്പോരുന്ന സ്വർണ്ണ നെക്ലേസ് ഉണ്ടല്ലോ, ഞാൻ മോൾക്ക് കൊടുത്തത് അത് ഇവളെടുത്തോണ്ട് പോയി ഇവളുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മുത്തശ്ശനൊരു ഒറ്റ നോട്ടം ജലജയെ അയ്യോ എന്ന് പറഞ്ഞോണ്ട് അബി ഇങ്ങനെ നിൽക്കുക പേടിച്ച് വരച്ച്. അതായത് സ്വർണം മോഷ്ടിച്ചു എന്നല്ലേ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതേ അച്ഛാന്ന് ദേവേനി പറഞ്ഞു. അപ്പോഴത്തേക്കും മുത്തശ്ശൻ ഇവന്മാരെ തുറച്ചു നോക്കുക ഇങ്ങനെ. ആ സമയത്ത് ഇവൾക്കൊപ്പം ഇവനും ഉണ്ടായിരുന്നോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. ഉണ്ടായിരുന്നു മുത്തശ്ശ, അതല്ലേ ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആദർശ് പറയുമ്പോഴത്തേക്കും അമ്മയും മോനും കൂടി ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുക. നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞു അബിയോട് മുത്തശ്ശൻ. ഇത് എത്രാമത്തെ തെറ്റാടാ നീ ചെയ്യുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം അമ്മയാണ് നെക്ലേസ് എടുത്തതെന്ന് അബി പറയാം. അപ്പം നീ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് എന്ന് ജലജ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടിയായി. ഇവളെ തല്ലി വളർത്താത്തതിൻ്റെ കുഴപ്പം ഒരുപാട് ഇവളുടെ സ്വഭാവത്തിലുണ്ട്, അതുകൊണ്ട് ഇനി ഇവളെ തല്ലിയിട്ട് കാര്യമില്ല എന്ന് മുത്തശ്ശൻ പറയാം. അപ്പോൾ അബിക്കട്ട് കിട്ടും ഉറപ്പായി. പക്ഷെ നീ ഒരാളും ചെയ്യാത്ത തെറ്റാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതും, എന്നിട്ട് നിനക്ക് മതിയായില്ലല്ലേടാ. നീ ആവർത്തിക്കില്ല മുത്തച്ഛന്ന് പറഞ്ഞ് തീർന്നില്ല. കൂട്ടത്ത് ചെവിക്കൽ തീർത്തൊരു ഒറ്റ വരണം. ഒട്ടും പ്രതീക്ഷിച്ചില്ല മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു സമ്മാനം കിട്ടുമെന്ന്. അയ്യോ അമ്മേന്ന് പറഞ്ഞ കവളം തരുമ്പോൾ ഇങ്ങനെ നമ്മുടെ അവിക്കുട്ടൻ അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. എന്തിനാ നിന്നെ തല്ലിയതെന്ന് നിനക്കറിയാവോ? നീ മോഷണത്തിന് കൂട്ടുനിന്നത് കൊണ്ട് മാത്രമല്ല, ഇനി ആവർത്തിക്കില്ല എന്ന് നീ പറഞ്ഞില്ലേ, അതും അങ്ങോട്ട് എനിക്ക് ദഹിച്ചില്ലടാ. അതിനും കൂടെ വേണ്ടിയിട്ടാണെന്ന് മുത്തച്ഛൻ അന്നേരം ഇവനോട് പറഞ്ഞു. നീ ഇനിയും ഇത് ആവർത്തിക്കും, അപ്പം ആവർത്തിക്കില്ല എന്ന് പറയുന്നത് അതൊരു വലിയൊരു കള്ളമാകും. അതുകൊണ്ടാ നിന്റെ കവിളത്തിപ്പോൾ പാട് വീണതെന്ന കാര്യവും മുത്തച്ഛൻ ഇങ്ങനെ പറയാം. അപ്പം കുട്ടിക്കാലത്തെ അമ്മ ഇവൾക്കൊരു നെക്ലേസ് കൊടുക്കാമെന്ന് പറഞ്ഞു പോലും, അതുകൊണ്ടാ ഇവള് മോഷ്ടിച്ചതെന്നാ ഇവള് പറഞ്ഞതെന്ന കാര്യവും ദേവയാനി അന്നേരം പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ വളർന്നപ്പോൾ നിനക്ക് ആ നെക്ലേസ് ഇട്ടുകൊണ്ട് നടക്കാനുള്ള അർഹതയില്ല എന്ന് വസുന്ധരയ്ക്ക് മനസ്സിലായി കാണും.
അതുകൊണ്ടാണ് അത് ദേവയാനിക്ക് കൊടുത്തത് എന്നും പറഞ്ഞ് ആ നെക്ലേസ് ഇനി ഇട്ടുകൊണ്ട് നടക്കാൻ അർഹതയുള്ളത് മോൾ കാണുന്ന ദേവയാനിക്കും തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ദേവയാനി അത് മോൾക്ക് കൊടുത്തത്. നീ അതിൽ കൈയിട്ട് വാരാൻ നീക്ക് ചെന്നെന്ന് ഞാൻ അറിഞ്ഞ എന്നും പറഞ്ഞ് മുത്തശ്ശൻ ശരിക്കും പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെയാണ് കനകയും ഗോവിന്ദനും ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. നന്ദുവാണെങ്കിൽ അനിയുമായിട്ട് ചെറിയ അടുപ്പമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാറ് പോലും ഇല്ല എന്ന കാര്യം മുത്തശ്ശൻ പറയാം. അവസാനമായിട്ട് ആ കുട്ടി ഇവിടേക്ക് വന്നത് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണെന്നുള്ള കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ ഇവിടെ വരുമ്പോൾ അവരെയൊക്കെ കള്ളന്മാരാക്കുമല്ലേ നീയൊക്കെ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. ചെയ്യാത്ത കുറ്റം അവരെയൊക്കെ നീയൊക്കെ അടിച്ചേൽപ്പിക്കുമല്ലേ. ജലജയൊന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക. അന്ന് അമ്മയുടെ ബാഗിൽ മാല മോഷ്ടിച്ച് വെച്ചത് ഞാനും നവ്യച്ചയും കൂടി വീഡിയോ പകർത്തിയില്ലായിരുന്നെങ്കിൽ അമ്മ തന്നെ ആ മാല എടുത്തു എന്ന് ഇവർ പറഞ്ഞേനെ എന്ന കാര്യം നയനെ ഇങ്ങനെ മുത്തശ്ശനോടൊക്കെ പറയുക. അപ്പോൾ രണ്ടെണ്ണവും വീടിൻ്റെ വെളിയിലാകാനുള്ള സമയം കഴിഞ്ഞു. പിന്നെ അറിയാലോ, നവ്യ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം നിങ്ങൾ ഈ വീട്ടിനകത്ത് തുടരുന്നത് പോലും. ആ ഒരു ഓർമ്മയുണ്ടായാൽ നിനക്കൊക്കെ നല്ലതെന്നാണ്. പിന്നെ ഒരു കാര്യം ഞാൻ തീരുമാനിക്കാൻ പോവാ. ആദർശേ, മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഒരു ഷെയർ ഇവൾക്കും ഉണ്ട് ഇവനും ഉണ്ട്. അത് മിക്കവാറും നമുക്ക് ഒഴിവാക്കി വിടേണ്ടി വരുമെന്നുള്ള കാര്യം മുത്തശ്ശനും ഇവരും കൂടെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് കണ്ണ് തള്ളി അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ് അമ്മയും മോനും. അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചു മോള്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആവശ്യമാണ്. അത് മനസ്സിൽ വെച്ചോളാൻ പറഞ്ഞ് രണ്ടിനെയും പേര് വഴിയിലേക്ക് ഇറക്കി വിടുമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോയി. രണ്ടും കൂടി ഇങ്ങനെ കണ്ണു നിറഞ്ഞ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. രണ്ടിൻ്റെ ഈ ദൃശ്യങ്ങളെ ഒന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചേക്കണം. വിളറി വെളുത്ത് നിൽക്കുക രണ്ടും കൂടി എന്നും പറഞ്ഞ് ദേവയാനി അന്നേരം പറഞ്ഞു. അന്നേരം ഇവർക്ക് കലിപ്പ്. അല്ല നിന്റെ മരുമോൾ എന്തിയേ എന്ന് ദേവയാനി ചോദിച്ചു കേട്ടോ. അവളല്ലേ ഇപ്പം നിങ്ങൾ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അവളും കൂടി അറിയണമല്ലോ ഈ കാര്യങ്ങളൊക്കെ എന്ന് ദേവയാനി പറയുമ്പം ഇപ്പം ചേച്ചി അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഇവർ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ എന്ന് നയന പറയാം. പിന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കണമെങ്കിലേ മറ്റ് ചിലതൊക്കെ ചേച്ചി അറിയണം എന്ന് നയന പറയാം. അപ്പോഴും ജാനകി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അറിയേണ്ട കാര്യങ്ങൾ നവ്യ അറിയുന്നത് വരെ രണ്ടാളും ഈ വീടിനകത്ത് ഉണ്ടാവത്തുള്ളൂ എന്ന് ആദർശ് നേരം പറഞ്ഞു. അങ്ങനെ ഒരു മുന്നറിയിപ്പ് മുത്തശ്ശനെ തന്നു കഴിഞ്ഞെന്നും. അപ്പോഴും ജാനകി ഇങ്ങനെ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ രണ്ടുപേരുടെയും ഷെയർ എടുത്ത് കളയുമെന്നും മുത്തശ്ശൻ്റെ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടേ. അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിക്കാൻ നിങ്ങളായിട്ട് നോക്കാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാവേ എന്ന് ആദർശ് ഇവരോട് താക്കിയതും കൊടുത്ത് അങ്ങ് പോയിട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അബി അവിടെ ഇരുന്ന് ഫോൺ വിളിക്കുക. അപ്പോൾ അനന്തമൂർത്തിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നും ഈ ഒരു ഒറ്റ കേസിലൂടെ അറിയാൻ പറ്റി എന്ന് അയാൾ പറയാം. അല്ല അതുകൊണ്ട് കാര്യമില്ലല്ലോ. എൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ ഭാര്യയുടെയൊക്കെ പ്രതീക്ഷയൊക്കെ തകർന്നിരിക്കുകയാണെന്ന് പറയുമ്പം അങ്ങനെയൊന്നും തകരില്ലണം മോനെ. AM ജ്വല്ലറി കേരളത്തിൽ തഴച്ച് വളരും. ഗൾഫിലെ ഇപ്പം നമ്മളാണ് നമ്പർ 1. AM ജ്വല്ലറിയുടെ മെയിൻ മോഡൽ ഇപ്പം അവളാ നവ്യ, നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ച് അതോടൊപ്പം തന്നെ നിനക്കും ആ കമ്പനിയിൽ ഒരു നല്ല ജോലി ഞാൻ ഓഫർ ചെയ്യുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹവിക്ക് ഭയങ്കര സന്തോഷം. നിന്നെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയില്ലേടാ, ഒരു സ്റ്റാഫായിട്ട് പോലും നിന്നെ അവരവിടെ ഇരുത്തിയില്ലല്ലോ. അതിനുള്ള മറുപടിയാ AM ജ്വല്ലറിയിലൂടെ നീ കൊടുക്കാൻ പോകുന്നതെന്ന കാര്യം പറയുമ്പം ഭയങ്കര സന്തോഷം അബിക്ക്. നിന്നെ അവിടെ നല്ലൊരു പൊസിഷനിൽ ഞാൻ ഇരുത്തും, അതുപോലെ നിനക്ക്. അത് മതിയെന്ന് അബി പറഞ്ഞു. ശരിയെന്ന് ഇയാളും പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ജ്വല്ലറിയുടെ മോഡലായി നിൻ്റെ ഭാര്യ വരുമ്പോഴേ അവിടെ ചില മുറുമുറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാൽ നിൻ്റെ ഭാര്യ എടുക്കുന്ന തീരുമാനങ്ങൾ തിരുത്താനേ അവിടെ ആർക്കും പറ്റത്തുമില്ല എന്ന് എനിക്കറിയാമെന്നൊക്കെ ഇയാളിങ്ങനെ പറയുക. ഇനി അതിന് ശ്രമിക്കുകയാണെങ്കിൽ അവൾ ആ വീട് വിട്ടും ഇറങ്ങിക്കോട്ടെ. അപ്പോഴത്തേക്ക് അബി അന്തമായിട്ട് നോക്കുക. നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഞങ്ങൾ തരും എന്ന് ഈ അബിയോട് പറയുമ്പം എന്നെയും നവ്യയും തമ്മിൽ ഇവിടെയുള്ളവർ തെറ്റിക്കുമെന്ന് എൻ്റെ സംശയം എന്ന് പറയുമ്പം അനഘ അതാണ് നിൻ്റെ പ്രോബ്ലം അല്ലേ എന്ന് ഇയാൾ ചോദിച്ചു. അല്ല അതൊക്കെ അറിയാവോ എന്ന് അബി ചോദിക്കുക അയാളോട്. അപ്പം എല്ലാം അറിഞ്ഞിട്ടല്ലേടാ മോനെ ഞാനിവിടെ ഇരിക്കുന്നത്. എല്ലാം എനിക്കറിയാം. പിന്നെ അനന്തപുരിയിലെ ഓരോ ചലനങ്ങളും എനിക്കറിയാം. A to Z കാര്യങ്ങൾ എനിക്കറിയാമെന്ന് ഇയാൾ ഈ അബിയോട് പറയാം. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, തൽക്കാല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ. നിൻ്റെ കാര്യം ഞങ്ങൾ സെറ്റിലാക്കും. എന്തായാലും ഇപ്പം അവരുടെ സമയം, നിൻ്റെ സമയം വരൂടാ, ആ സമയത്തെ നിനക്ക് തിരിച്ചടിക്കാം. ഓക്കെ എന്ന് പറഞ്ഞ് ഇയാൾ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അബി ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന നവ്യ കേട്ടോ. നവ്യ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ അബി റൂമിലേക്ക് ചെന്നപ്പോൾ ഇവൻ്റെ മുഖത്തൊക്കെ ആ ഒരു വാട്ടം. എന്താ നിനക്കൊരു തളർച്ച പോലെ എന്ന് നവ്യ ചോദിച്ചു. അപ്പോൾ തളർച്ച മാത്രമല്ല നവ്യ, ഞാൻ തകർന്ന് തരിപ്പണായിപ്പോയെന്ന് അബി പറയാം. അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയുമ്പോൾ
ഗൾഫിലുള്ള ആളും എന്നെ പറ്റിച്ച് കളഞ്ഞു എന്ന് അഭി പറയാണ്. അയാൾ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല, അയാളും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താടാ കാര്യം പറയടാ എന്ന് പറഞ്ഞു. അല്ല നീ താഴെ നടന്നൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അവൻ ജയിലിലൊന്നും അല്ല നവ്യ, ഇവിടെ തന്നെ ഉണ്ട് ആ ആദർശ് എന്ന് പറയുമ്പോഴത്തേക്കും നീ പറഞ്ഞു ചോദിച്ചിട്ട് നവ്യ ചാടി എഴുന്നേറ്റു. നമ്മൾ സന്തോഷിക്കുന്നത് അവന് കാണാനായിട്ട് അവൻ 2 ദിവസം ഒളിച്ചിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ നയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കൂടെ അങ്ങനെ ഇല്ലായിരുന്നല്ലോ എന്ന് നവ്യ പറഞ്ഞപ്പം ആ സമയത്ത് അവൻ മുറിയിലുണ്ടായിരുന്നു എന്ന കാര്യം നവ്യയോട് അഭി പറയാം. നമ്മുടെ എല്ലാവരുടെയും സംസാരം കേട്ടുകൊണ്ട് അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും കൂടി കോമാളിയാക്കി രസിക്കുകയായിരുന്നു. ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോടാ എന്ന് നവ്യ. ആ ചതിക്ക് നിന്റെ അനിയത്തി ഉൾപ്പെടെ എല്ലാവരും കൂട്ടം നിന്നു എന്ന് നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിന് നീ പറഞ്ഞ് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് നവ്യ. നീ വേറെ ഒന്നും ചെയ്യാൻ പോണ്ട. AM ജ്വല്ലറിക്കാരൻ പറയുന്ന അതേപോലെ അങ്ങ് അനുസരിച്ചാൽ മാത്രം മതിയെന്നും അവരുടെ മോഡലായിട്ട് നീ പോണം. അവരുടെ വളർച്ചയിൽ നീ ഒരു പങ്കാളി ആവണം. ഗൾഫിൽ മൂർത്തി ജ്വല്ലറി താഴേക്ക് വന്നു കഴിഞ്ഞു, അതേപോലെ തന്നെ ഇവിടെയും സംഭവിക്കണമെന്ന് പറയുമ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനു വേണ്ടി എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന്. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. അയാൾ ജയിലിൽ കിടക്കുന്നു എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ഞാനും. അതൊക്കെ എത്ര പെട്ടെന്നാണ് ഇല്ലാണ്ടായത്. അവനെ കണ്ടപ്പോൾ ഹൃദയം നിന്നു പോകുന്നൊരവസ്ഥയായിരുന്നു എനിക്കെന്നും. അമ്മയും എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ് നിന്നിരുന്നതെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാടാ. അയാളുടെ മുഖം ഇനി പെട്ടെന്നൊന്നും കാണേണ്ടി വരില്ലല്ലോ എന്ന് കരുതിയതാ. ആ പ്രതീക്ഷയാണ് ശരിക്കും തകർന്നു പോയതെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ അവിടെ നിന്ന് പ്രസംഗിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. ടാറ്റാ.